ഇന്നത്തെ ഡിമാൻഡ് ഡിസ്കഷൻ്റെ മന്ത്രിമാരുടെ മറുപടി ബഹിഷ്കരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ആ പശ്ചാത്തലത്തിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോന്നു. സ്വാഭാവികമായും കേരള നിയമസഭയ്ക്ക് അതിൻ്റേതായ കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കങ്ങളനുസരിച്ച് സ്വാഭാവികമായും എല്ലാ അംഗങ്ങളും സംസാരിക്കുമ്പോൾ അതിന് അനുവദിച്ച സമയത്തേക്കാൾ 2-3 മിനിറ്റൊക്കെ കൂടുതൽ എടുക്കുക എന്നുള്ളത് വളരെ എല്ലാ സഭകളിലും മുൻകാല സഭകളിലൊക്കെ ഉള്ളൊരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ അത് പൂർണ്ണമായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ചെയറിനാണ്, സ്പീക്കർക്കാണ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് അനുവദിച്ച സമയത്തിന് 2 മിനിറ്റ് മുമ്പ് തന്നെ നിയന്ത്രണം വരും. ഏതാണ്ട് സമയമായി കഴിഞ്ഞാൽ ഒരു നേർരേഖ വരച്ചതുപോലെ അതിനപ്പുറം 1 മിനിറ്റ് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മുൻകാലത്തിന് വ്യത്യസ്തമായി ഇത്തവണ പ്രത്യേകിച്ച് 3 മണിക്കൂർ നേരമാണ് ഡിമാൻഡ് ഡിസ്കഷൻ. ഇത്തവണ അത് ചില കാരണങ്ങൾ കൊണ്ട് വകുപ്പുകൾ കൂടുതൽ വെച്ച് 4 മണിക്കൂറാക്കി നിജപ്പെടുത്തി. 1 മണിക്കൂർ കൂടുതലെടുത്തു. നമ്മൾ ദിവസങ്ങൾ കുറയ്ക്കുകയും ചെയ്തു. പല ഡിമാൻഡുകളും ഇന്ന് ഒരു ദിവസം വരികയാണ്. 4-5 മന്ത്രിമാരുടെ ഡിമാൻഡാണ് ഒരു ദിവസം വരുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അംഗങ്ങൾക്ക് ചിലപ്പോൾ അല്പം കൂടുതൽ സംസാരിക്കേണ്ട സാഹചര്യമുണ്ടാകും. പക്ഷേ പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ സ്പീക്കർ വളരെ ശക്തമായി തന്നെ ഗവൺമെൻറ്റിന് വേണ്ടി അംഗങ്ങളുടെ സമയം വന്നു കഴിഞ്ഞ ആ സമയത്ത് മൈക്ക് ഓഫ് ചെയ്യുന്ന സാഹചര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമനിധി ബോർഡിലെ പാവപ്പെട്ടവരുടെ പെൻഷൻ മുടങ്ങിയത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സംസാരിക്കുമ്പോൾ 9ാമത്തെ മിനിറ്റിൽ സ്പീക്കർ ഇടപെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ മൈക്ക് ഓഫ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഭരണപക്ഷത്തെ മന്ത്രിമാർ അവർ മണിക്കൂറുകൾ സംസാരിക്കുകയാണ്. അവരെത്ര നേരം വേണമെങ്കിലും സംസാരിക്കുന്നതിന് ഞങ്ങൾ 12 മണിവരെ വേണമെങ്കിലും ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ മുമ്പ് സ്വാശ്രയ നിയമം പാസ്സാക്കുന്നത് വെളുപ്പിലെ 4:30 മണിക്കാണ്. ഈ നിയമസഭയിൽ സ്വാശ്രയ നിയമം പാസ്സാക്കുന്നത് 4:30 മണിക്കാണ്. അന്ന് ഞങ്ങളൊക്കെ പ്രതിപക്ഷത്താണ്. ഞങ്ങൾ അന്നത്തെ ഭരണപക്ഷത്തോട് സഹകരിച്ച് 4:30 മണിവരെ ഇരുന്നവരാണ്. ഇപ്പോഴത്തെ ഭരണപക്ഷത്തോട് ഞങ്ങൾ സഹകരിക്കാം. പക്ഷേ നിങ്ങൾ എടുക്കുന്ന സമയം പോലെ തന്നെ പ്രതിപക്ഷത്തിനും സമയം തരണം. നമ്മൾ സാധാരണ പാർലമെൻറ്റിൽ കാണുന്ന പോലെ പ്രതിപക്ഷത്തെ നേരിടുന്ന ഒരു വിചിത്രമായ കാഴ്ചയാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായിട്ടുള്ളത്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ തന്നെ മുൻ മന്ത്രിയായിട്ടുള്ള ശ്രീ AP അനിൽകുമാർ അടക്കമുള്ള ആളുകളോട് ചെയർ കാണിച്ചത് വളരെ വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു നിലപാടാണ്. മാത്രമല്ല, ഇവിടെ വിഷ്ണു പറഞ്ഞ പോലെ വളരെ പ്രധാനമായൊരു കാര്യം, ഡിമാൻഡ് ചർച്ചയിൽ ഞങ്ങളൊക്കെ വളരെ വിഷയാധിഷ്ഠിതമായിട്ടാണ് സംസാരിച്ചത്. ഡിമാൻഡിൽ ഇപ്പോൾ സാധാരണ 1-2 വകുപ്പുകളല്ല, നിരവധി വകുപ്പുകൾ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഡിമാൻഡ് ചർച്ച നടക്കുമ്പോൾ അതിൽ വിഷയാധിഷ്ഠിതമായി ചർച്ച ചെയ്യുന്നത്. കാരണം ഭരണപക്ഷം വളരെ തീർത്തും സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാത്രം സംസാരങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇന്ന് പ്രസംഗങ്ങൾ നടന്നത്. ആ പ്രസംഗങ്ങളിൽ 1 മിനിറ്റ് പോലും 1/2 മിനിറ്റ് പോലും ഒരാൾക്കും അനുവദിക്കാതെ വളരെ കൃത്യമായിട്ട്, മാത്രമല്ല രസകരമായ കാര്യം, അത് ചെയറിലിരിക്കുന്ന എല്ലാവർക്കും ഒരേ സ്വഭാവമായിരുന്നു എന്നുള്ളതാണ്. ചെയറിലിരിക്കുന്ന ബഹുമാന്യനായ സ്പീക്കർക്കും ചെയറിലിരുന്ന മറ്റെല്ലാ സ്പീക്കറുടെ ചുമതല വഹിച്ച ആളുകളും ഒരേപോലെ ട്രീറ്റ് ചെയ്തു. എല്ലാവരും ഒരേപോലെ പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ളൊരു സമീപനം കൈക്കൊണ്ടു. ഇത് വളരെ ആസൂത്രിതമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന വിധത്തിലാണ് ഇന്ന് കാര്യങ്ങളുണ്ടായത്. കാരണം CPIM-ൻ്റെ സമ്മേളനം കഴിഞ്ഞപ്പോൾ പുതിയ നിർദ്ദേശം വല്ലതും കൊടുത്തതാണോ എന്ന് തോന്നിപ്പിക്കാവുന്ന തരത്തിലാണ് ചെയറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സീനിയർ മെമ്പേഴ്സ് അടക്കമുള്ള ആളുകളോട് അത്തരത്തിലൊരു നിലപാടെടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം ഇവിടെ ബഹുമാനരായ നേതാക്കൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം അദ്ദേഹത്തിന് അനുവദിച്ച സമയത്തിൻ്റെ 1 മിനിറ്റ് മുമ്പ് ബെല്ലടിച്ച് നിർത്തുകയായിരുന്നു എന്ന് ശരിക്കും ചെയ്തത്. ഇത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഒരു ജനാധിപത്യത്തിനെതിരായിട്ടുള്ള വളരെ ഭരണകൂടത്തിൻ്റെ ഒരു കയ്യേറ്റമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്.